നല്ലവരായ ദേശനിവാസികളെ, വെള്ളയാംകുടി കൃഷ്ണൻകുടി റോഡിൽ ഈ കൊങ്ങണിപ്പടവിൻ്റെ ദേശത്ത് ഞങ്ങൾക്ക് നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിപ്പാൻ ലഭ്യമായ ഈ അവസരം ഏറ്റവും വലിയ ഒരു പദവിയായി ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ കരുതുകയാണ്. ഈ ശബ്ദ ശ്രവണ വീജിയിലൂടെ ഞങ്ങളെ സഹർഷം ശ്രദ്ധിക്കുന്ന ഈ നാട്ടിലെ നന്മയാഗ്രഹിക്കുന്ന നല്ലവരായ നാട്ടുകാർക്കെല്ലാം ഊഷ്മളമായ ക്രിസ്തീയ അഭിവാദനങ്ങളെ അറിയിക്കുകയാണ്. ഇടുക്കി ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം യുവാക്കൾ ക്രൈസ്തവ ആശയങ്ങളെ, മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിശുദ്ധ ബൈബിളിന്റെ ആശയങ്ങളെ ദേശത്ത് എല്ലായിടവും അറിയണമെന്നുള്ള ആഗ്രഹത്തോടെ അസംബ്ലീസ് ഓഫ് ഗോഡ് എന്ന മഹത്തായ ആത്മീയ പ്രസ്ഥാനത്തിന്റെ കട്ടപ്പന സെക്ഷന്റെ നേതൃത്വത്തിലും അസംബ്ലീസ് ഓഫ് ഗോഡ് മുളകരമേട് ആധ്യാത്മിക കൂട്ടായ്മയുടെ നേതൃത്വത്തിലും സംയുക്തമായാണ് ഈ ദേശത്ത് ഞങ്ങൾ കടന്നു വന്നിട്ടുള്ളത്. ഇന്ന് നമ്മുടെ സമൂഹത്തെ മുച്ചൂടം മുടിച്ചുകൊണ്ടിരിക്കുന്ന മയക്കുമരുന്നും മദ്യവും വ്യത്യസ്തമായ നിലയിൽ നാം ക്ഷണിക്കാതെ കയറി വരുന്ന അസമാധാനം, അതിലൂടെ ഉടലെടുക്കുന്ന ഈ ആത്മഹത്യയുടെ പ്രവണതകൾ, ഇത്തരത്തിലുള്ള മൂല്യച്യുതിയിൽ നിന്നും വിശുദ്ധ ബൈബിളിന്റെ ആദർശങ്ങൾക്കും ലോകൈക രക്ഷിതാവായ യേശുക്രിസ്തുവിലുള്ള ആഴത്തിലുള്ള വിശ്വാസത്തിലും വിപ്ലവകരമായ മാറ്റം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുമെന്നുള്ള കൃത്യമായ സന്ദേശമാണ് ഞങ്ങളുടെ അനുഭവത്തിന്റെ ആഴത്തിലുള്ള അടിസ്ഥാനത്തിൽ ഈ ദേശത്തോട് അല്പനിമിഷം ഞങ്ങൾ കൈമാറാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ ബൈബിളിന്റെ ആദർശങ്ങൾ ഭാരത ചരിത്രത്തിന്റെ താളുകൾ ഇഴകീറി പരിശോധിക്കുമ്പോൾ വിപ്ലവകരമായ സംഭാവനകൾ ചെയ്തത് നമുക്ക് മറക്കാൻ കഴിയാത്ത വസ്തുതകളാണ്. 1800കളുടെ ആരംഭങ്ങളിൽ വിദേശ ക്രിസ്ത്യൻ മിഷണറിയായ വില്യം കേറി ഇന്ത്യയിലേക്ക് 26ലധികം ഭാഷയിലേക്ക് ബൈബിൾ വിവർത്തനം ചെയ്യാൻ ആ ഉദ്യമത്തിനായി ലക്ഷ്യത്തോടെ കടന്നു വന്നപ്പോൾ ഇന്ത്യയുടെ ഗ്രാമാന്തരങ്ങളിലൂടെ സംസ്കാരവും ഭാഷയും മനസ്സിലാക്കാൻ യാത്ര ചെയ്യുമ്പോൾ ആ യാത്രയിൽ കണ്ട നെഞ്ചുലയ്ക്കുന്ന കാഴ്ച, സ്ത്രീകളുടെ, പിഞ്ചു കുഞ്ഞുങ്ങളുടെ നിലവിളികൾ തെരുവുകളിൽ ശക്തിയോടെ ഉയർന്നു കേൾക്കാം. എന്ത് എന്ന് അറിയാൻ അടുത്തു ചെന്നപ്പോൾ കണ്ട കാഴ്ച, ഭർത്താവിന്റെ ചിതയിലേക്ക് അലിഖിത നിയമത്തിന്റെ കറുത്ത കരങ്ങളാൽ വലിച്ചെറിയപ്പെടുന്ന യവനയുക്തയായ സ്ത്രീകൾ, അനാഥത്വത്തിന്റെ ബാല്യം പേറി ഭാവി എന്ത് എന്ന് തിരിച്ചറിയാതെ കണ്ണുനീരോടെ പിന്തിരിഞ്ഞ് നടക്കുന്ന കുഞ്ഞുങ്ങൾ, ഇത്തരത്തിലുള്ള നീറുന്ന കാഴ്ചകൾ കണ്ട് അന്ന് നാട് ഭരിക്കുന്ന വൈസ്രോയുടെ അരികിലേക്ക് വില്യം കേറി ഓടിക്കയറി ഇത്തരത്തിലുള്ള ദുരാചാരങ്ങളുടെ അബദ്ധങ്ങളും അപകടങ്ങളും കൃത്യമായി വിശകലനം ചെയ്ത് വിവരിച്ചപ്പോൾ പിൽക്കാലത്ത് ഉത്തരവിട്ടു ഇത്തരത്തിലുള്ള ദുരാചാരങ്ങൾ ഉച്ചാടനം ചെയ്യാൻ. പല നൂറ്റാണ്ടുകളായി തുടർന്നിരുന്ന ഈ ദുർവ്യവസ്ഥകളെയൊക്കെ ക്രിസ്തീയ ആദർശങ്ങളുടെ ശക്തമായ ശബ്ദം ഉയർത്തിയപ്പോൾ ഈ നാട്ടിൽ ഉച്ചാടനം ചെയ്യപ്പെട്ടത് സത്യമാണ്. നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ ഒരു തലമുറയുടെ പിന്നാമ്പുറത്തേക്ക് പരിശോധിക്കുമ്പോൾ അടിച്ചമർത്തലുകൾ, അസമത്വങ്ങൾ, അവർണൻ സവർണൻ, കുല ഹീനൻ കുല ശ്രേഷ്ഠൻ എന്നൊക്കെയുള്ള വിവിധ തട്ടുകൾ തിരിച്ച വിവിധ വീതികൾ കെട്ടി തൊട്ടുകൂടായ്മയുടെ, തീണ്ടിക്കൂടായ്മയുടെ, കണ്ടുകൂടായ്മയുടെ ഒക്കെ ഒരുപാട് ഇരുട്ടിന്റെ കാലഘട്ടങ്ങൾ അതിജീവിച്ചാണ് നാം ഇവിടം വരെ എത്തിയത്. എന്നാൽ അത്തരത്തിലുള്ള മുറിവുകൾ
ഒരുപാട് ആളുകളെ തകർച്ചയിലേക്ക് കൊണ്ടുപോയപ്പോൾ ക്രിസ്ത്യൻ മിഷണറിമാർ വിശുദ്ധ ബൈബിളിന്റെ ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ ഭാരത മണ്ണിലേക്ക് രംഗപ്രവേശനം ചെയ്യുകയും പള്ളികൾ കെട്ടി അത്തരം പള്ളികൾക്കകത്ത് മുറിവ് ഉണക്കാൻ ആധ്യാത്മികമായ വിശുദ്ധ ബൈബിളിന്റെ ആശയങ്ങളെ ശക്തിയോടെ ക്രിസ്തു ദർശനത്തിന്റെ, ക്രിസ്തു സ്നേഹത്തിന്റെ, സമഭാവനയുടെ ആശയങ്ങളെ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ കൈമാറ്റം ചെയ്തപ്പോൾ ആളുകളുടെ മുറിവുകൾ ഉണക്കപ്പെട്ടു. ആ പള്ളികളോട് ഓരം ചേർത്ത് കൂടങ്ങൾ കെട്ടി പള്ളിക്കൂടമെന്ന് ഇന്ന് അറിയപ്പെടുന്നു. ആ കൂടങ്ങളിൽ വിദ്യാ സമ്പ്രദായം ആരംഭിച്ചു. നമ്മുടെ ഇന്ത്യയിലെ ഉൾഗ്രാമങ്ങളിൽ പോലും നമ്മുടെ കുഞ്ഞുങ്ങൾ ആ പള്ളിക്കൂടങ്ങളിൽ പോയി എഴുത്തും വായനയും പഠിച്ചു, വിദ്യ അഭ്യസിച്ചു. വിദേശ രാജ്യങ്ങളിലും സ്വദേശത്തുമായി ഗവേഷകരായും ശാസ്ത്രജ്ഞരായും ഡോക്ടേഴ്സായും എഞ്ചിനീയേഴ്സായും ഒക്കെ എല്ലാ ഗ്രാമങ്ങളിലും നന്മ അനുഭവിക്കുന്ന കുടുംബങ്ങളുടെ ആരംഭമിട്ടത് വിദ്യാഭ്യാസ സമ്പ്രദായമാണ്. അതിന് കാരണമായി തീർന്നത് ക്രിസ്തീയ ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ച മിഷണറിമാരുടെ ഇന്ത്യയിലെ വരവും അവരുടെ പ്രവർത്തനങ്ങളുമാണ് എന്ന് നാം ഇന്ന് തിരിച്ചറിയണം. എന്നാൽ ഇന്നിന്റെ കാലഘട്ടത്തിൽ ഈ ബൈബിളിന്റെ പ്രസക്തി എന്താണ്? ഇന്ന് നമ്മുടെ സമൂഹത്തെ വല്ലാതെ തകർക്കുന്ന മദ്യത്തിന്റെ, മയക്കുമരുന്നിന്റെ, അക്രമങ്ങളുടെ തടഞ്ഞു നിർത്താൻ കഴിയാത്ത കുത്തൊഴുക്ക് നമ്മുടെ നാട്ടിൽ ഇന്ന് അങ്ങോളം ഇങ്ങോളം വാർത്തകളായി നമ്മൾ കണ്ടും കേട്ടും ഓരോ ദിവസവും മുന്നോട്ട് പോവുകയാണ്. ഇത്തരത്തിലുള്ള ദുസ്ഥിതികളിൽ നാം യാത്ര ചെയ്യുമ്പോൾ വിശുദ്ധ ബൈബിളിന്റെ ആശയങ്ങൾക്കും കർത്താവായ യേശുക്രിസ്തുവിനും ദുർഗതികളിൽ നിന്ന് മനുഷ്യരെ വിമോചനം കൊടുക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ ശക്തിയോടെ ഇവിടെ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഭാരത മണ്ണിൽ ഒരുപാട് തകർച്ചകൾ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ തകർച്ചകൾക്കകത്തുനിന്ന് ഉദ്ധരിക്കുവാൻ, പുറത്തു കൊണ്ടുവരാൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന് ശക്തിയുണ്ട് എന്ന് ഞങ്ങൾ ഇവിടെ ഉറക്കെ പ്രഖ്യാപിക്കാൻ തന്നെ ഈ നിമിഷം ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ഭാരതം നേരിടുന്ന ഒരു വെല്ലുവിളിയാണ് മയക്കുമരുന്നിന്റെ കടന്നുകയറ്റം. ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇന്ന് കണ്ണികൾ തീർന്നുകൊണ്ടിരിക്കുകയാണ്. സാമൂഹിക മാധ്യമങ്ങൾ മയക്കുമരുന്നിന്റെ ആളുകളുടെ കണ്ണികളായി രൂപപ്പെട്ട് രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക്, ജില്ലയിൽ നിന്ന് ജില്ലയിലേക്ക്, സ്റ്റേറ്റിൽ നിന്ന് സ്റ്റേറ്റിലേക്ക് ഇന്ന് മദ്യവും മയക്കുമരുന്നും വല്ലാതെ ഒഴുകുകയാണ്. കരകടന്ന്, കടൽ കടന്ന്, ഇടവഴികളും പെരുവഴികളും താണ്ടി, ആകാശമാർഗം താണ്ടി ഇന്ന് 8 വയസ്സുകാരന്റെ കയ്യിലും 80 വയസ്സുകാരന്റെ കയ്യിലും കയ്യെത്തും ദൂരത്ത് കാളകൂട വിഷം കിടക്കിയുള്ള മാരകമായ ലഹരി വസ്തുക്കൾ ഇന്ന് ലഭ്യമാകുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഈ ലഹരി കയ്യിൽ ഞെരടി കവളിൽ വെച്ചാൽ, ഇഞ്ചക്ട് ചെയ്ത ശിരകളിലേക്ക് കയറ്റിയാൽ ഇത് രണ്ടവസ്ഥകൾ നമ്മുടെ ആളുകളിൽ സൃഷ്ടിക്കുന്നു. ഒന്ന്, ഒരിക്കലും തിരികെ പിടിക്കാൻ കഴിയാത്ത അഡിക്ഷൻ എന്ന അവസ്ഥയിലേക്ക്. രണ്ടാമത്, ഇത് ഉപയോഗിക്കുന്ന ആളുകൾ സ്വയം നശിക്കുക, മുൻപിൽ കാണുന്ന അമ്മയാണെങ്കിലും അപ്പനാണെങ്കിലും നാട്ടുകാരാണെങ്കിലും അവർ നശിക്കുക എന്നുള്ള സൈക്കോസിസ് എന്ന ആ ദുരവസ്ഥയിലേക്ക് എത്തിച്ചേരുകയാണ്. അത് നിമിത്തമുള്ള വാർത്തകളാണ് നമ്മൾ ഈ നാട്ടിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. വെള്ളറടയിൽ 27 വയസ്സുള്ള പ്രജിൻ എന്ന ചെറുപ്പക്കാരൻ വീടിന്റെ പിന്നാമ്പുറത്ത് കത്തിരാകിക്കൊണ്ടിരിക്കുമ്പോൾ മാതാവ് ചോദിച്ചു, കുഞ്ഞെ, നീ എന്തിനാണ് കത്തിരാകുന്നത്? എനിക്ക് ആവശ്യമുണ്ട്. ഒറ്റ ഉത്തരത്തിൽ അവൻ മുറിക്കുള്ളിലേക്ക് ആ പിച്ചാത്തിയുമായി കയറിപ്പോയി. എന്നാൽ 2 ദിവസം കഴിഞ്ഞപ്പോൾ അതെന്തിനാണെന്ന് അമ്മ കണ്ട് കണ്ണു തള്ളുകയാണ്. എന്താ? സ്വന്തം അപ്പനെ, ജനിപ്പിച്ച അപ്പനെ ശോഭയിൽ വെട്ടുന്ന ആ പ്രജിൻ എന്ന യുവാവിനെ കണ്ട് നിലവിളിക്കുകയാണ് ആ മാതാവ്. ആ ജീവനും വാരിപ്പിടിച്ചുകൊണ്ട് അടുത്ത മുറിയിലേക്ക് ഓടിക്കയറുന്ന ആ മകനെ പിന്നാലെ പാഞ്ഞ് ആ മകൻ വെട്ടി ചേർത്ത് തുന്നാൻ ആവശ്യമില്ലാത്ത നിലയിൽ നിശ്ചലമായ ശരീരത്തിൽ എണ്ണപ്പെട്ട മുറിവുകൾ 28 ആയിരുന്നു. കൊടുങ്ങല്ലൂരിൽ കോഴിക്കറി കിട്ടാത്തതിന്റെ വാശിയിൽ ലഹരിക്കടിമയായ മകൻ അമ്മയുടെ കഴുത്തിന് പിടിച്ച് കോഴിയെ അറക്കുന്നത് പോലെ അറുത്തുകൊന്നു. പിന്നിൽ ലഹരിയായിരുന്നു ആ മകനെ ആ വികാരത്തിലേക്ക് നയിച്ചത്. ചേന്ദമംഗലം
അടി നീളമുള്ള ഒരു ഇരുമ്പ് ദണ്ട് ഉപയോഗിച്ച് നാട്ടുകാരായ 3 പേരെ, ഒരു കുടുംബത്തിലെ അംഗങ്ങളെ തലക്കടിച്ചു കൊന്ന ഋതു എന്ന ചെറുപ്പക്കാരൻ, അവന്റെയും പിൻപിൽ അതിനുത്സാഹിപ്പിച്ചത് ലഹരിയുടെ ഉപയോഗമായിരുന്നു. 10 ml ലഹരിക്കകത്തും 1 അടി പൊക്കമുള്ള മദ്യക്കുപ്പിക്കകത്തും 1.5 അടി നീളമുള്ള ഇരുമ്പ് ദണ്ടിനകത്തും ജീവിതങ്ങളുടെ വില തീർക്കുന്ന എണ്ണുന്ന ഇന്നിന്റെ കാലഘട്ടത്തിൽ 6 അടി പൊക്കമുള്ള മനുഷ്യനെ ഇത്തരത്തിലുള്ള ദുർഗതികളൊക്കെ കീഴടക്കുന്ന കാലഘട്ടത്തിൽ ഇതിനകത്തു നിന്ന് നമ്മുടെ പ്രബുദ്ധ കേരളത്തിനൊരു മടങ്ങിവരവ് വേണ്ടേ? ഒരു രക്ഷ വേണ്ടേ? ഇന്നത്തെ ഇത്തരത്തിലുള്ള ദുർഗതികളിൽ നിന്ന് എവിടെയാണ് രക്ഷയുള്ളത്? രണ്ടാമത് നമ്മുടെ സമൂഹം നേരിടുന്ന വല്ലാത്ത വിപത്താണ് മദ്യത്തിന്റെ വിപത്ത്. മദ്യം മനുഷ്യനെ ഇന്ന് കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും എത്തിച്ചേർന്നിരിക്കുകയാണ്. വലിയ ചിലവില്ലാതെ നിർമ്മിച്ചെടുക്കുന്ന മദ്യം 500, 1000, 1500 രൂപ വില കൊടുത്ത് ക്യൂ നിന്ന് അമൃത് പോലെ വാങ്ങിക്കുടിച്ച് അത് ശരീരത്തിലെത്തുമ്പോൾ അസറ്റിക് ഡിഹൈഡ് എന്ന വിഷവസ്തുവായി മാറ്റപ്പെട്ട് കരളിനകത്ത് വിഷമാകും, തലച്ചോറിൽ വിഷമാകും. ഒടുവിൽ ഭാര്യയ്ക്ക് വേണ്ടാതെ, മക്കൾക്ക് വേണ്ടാതെ ക്യാൻസർ വാർഡിലേക്ക്, ക്രിമിനൽ കേസിൽ പ്രതിയായി ഇരുമ്പഴിക്കുള്ളിലേക്ക്, അത് അവിടുന്ന് ആത്മഹത്യയിലേക്ക് ഒക്കെ തകരുന്ന എത്രയെത്രയോ കുടുംബങ്ങൾ ഈ മദ്യത്തിന്റെ മയക്കുമരുന്നിന്റെ ഉപയോഗങ്ങൾക്കകത്തുനിന്ന് ജീവിതത്തെ ദിശ നൽകി ക്രിയാത്മകമായ പുരോഗമനപരമായ നന്മയുടെ പാതയിലേക്ക് നടത്താൻ പര്യാപ്തമായ മാർഗമാണ് ഈ ബൈബിളിന്റെ മാർഗം. ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവിന്റെ മാർഗമെന്ന് ഞങ്ങളുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് ഇവിടെ വിളിച്ചു പറയുകയാണ്. ഞങ്ങളുടെ നാവിൽ മദ്യത്തിന്റെ ഗന്ധമില്ല, ഞങ്ങളുടെ ശിരകളിൽ ലഹരിയുടെ സാന്നിധ്യമില്ല, ഞങ്ങളുടെ വിയർപ്പിൽ നിക്കോട്ടിന്റെ ദുർഗന്ധമില്ല. അത്തരത്തിലുള്ള അന്തരീക്ഷങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചത് ഈ സുവിശേഷവും ഈ സുവിശേഷത്തിലൂടെ ഞങ്ങളെ സ്നേഹിച്ച കാൽവരിക്രൂശിൽ അവസാനത്തുള്ളി രക്തം വരെയും ഒരുക്കിയ യേശുവിന്റെ വിലപ്പെട്ട സ്നേഹവുമാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ദുർഗതിയിൽ നിന്ന് സമൂഹത്തിന് വിപ്ലവകരമായ മാറ്റം നൽകാൻ കഴിയുന്നത് കർത്താവായ യേശുക്രിസ്തുവിനാണെന്ന് ഞങ്ങൾ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഉറക്കെ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് മനുഷ്യന് സമാധാനമില്ല. ഇന്ന് നാം കാലുകുത്തി നിൽക്കുന്ന മണ്ണിൽ കയ്യെത്താ ദൂരത്ത് ഏത് രാജ്യത്തും ഇഷ്ടമുള്ള ഏത് വസ്തുവും പണം കൊടുത്ത് വാങ്ങാൻ കഴിയുന്ന, എന്തും വാങ്ങാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിൽ, ആഗോളവൽക്കരണത്തിന്റെ കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും എത്തപ്പെട്ടിരിക്കുകയാണ്. എന്തും വാങ്ങാം. പക്ഷേ മനുഷ്യന് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന സമാധാനത്തെ വാങ്ങാൻ നമുക്ക് പണം കൊടുത്താൽ കഴിയില്ല. നമ്മുടെ ജീവിതത്തിലെ സമാധാനം നഷ്ടപ്പെട്ടുവെങ്കിൽ അത് ലഭ്യമാക്കുന്ന ഒരു വിപണിയും ഇന്ന് നിലവിൽ വന്നിട്ടില്ല. മനുഷ്യന്റെ സമാധാനം നഷ്ടമായി. മനുഷ്യന്റെ സമാധാനം നഷ്ടമായിരിക്കുമ്പോൾ വിദ്യാഭ്യാസത്തിന് മനുഷ്യന് സമാധാനം നൽകാൻ കഴിയുമോ? മഹാനായ ലോകമറിയപ്പെട്ട കവി ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, വിപ്ലവ നായികയായ സമര നേതാവായ ഗൗരിയമ്മയോടൊപ്പം മഹാരാജാസിൽ പഠിച്ച ആ മഹാകവി സാഹിത്യത്തിലെ അഗാധമായ പാണ്ഡിത്യം കൊണ്ട് സ്വന്തം കവിത താനിരുന്ന ബെഞ്ചിൽ മൂളി പഠിക്കേണ്ടി വന്ന അത്യപൂർവ ഭാഗ്യം ലഭിച്ച ചങ്ങമ്പുഴ കൃഷ്ണപിള്ള 37-ാമത്തെ വയസ്സിൽ തന്റെ ശരീരത്തിൽ നിക്കോട്ടിൻ അടിഞ്ഞുകൂടി ക്ഷയരോഗം ബാധിച്ച് ഏകനായി ചായ്പിലേക്ക് തള്ളപ്പെട്ടപ്പോൾ വേദന സഹിക്കാൻ കഴിയാതെ നീറിപ്പുകഞ്ഞ അസമാധാനത്തിന്റെ ആഴത്തിലേക്ക് എത്തിപ്പെട്ടപ്പോൾ മരണം തന്റെ വാതിൽ വന്ന് മുട്ടുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ജീവിതത്തെ 3 അക്ഷരം കൊണ്ട് അദ്ദേഹം നിർവചിച്ചു: വേദന. വേദനയിൽ നിന്ന് അദ്ദേഹം അസമാധാനത്തിന്റെ അടിമത്തത്തിലേക്ക് മാറ്റപ്പെട്ടു. വിദ്യാഭ്യാസം മനുഷ്യന് സമാധാനം നൽകുന്നില്ല. പണം മനുഷ്യന് സമാധാനം നൽകില്ല. ആപ്പിൾ കമ്പനിയുടെ സിഇഒയും സ്ഥാപക നേതാവുമായ സ്റ്റീവ് ജോബ്സ് തന്റെ 56-ാമത്തെ വയസ്സിൽ രോഗാതുരനായി ഹോസ്പിറ്റലിൽ അഭയം പ്രാപിച്ച് ആസന്നമായ മൃത്യുവിന്റെ മുൻപിൽ തന്റെ സമ്പത്തും താൻ നേടിയ അംഗീകാരങ്ങളുമെല്ലാം അസ്തമിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ആ മനുഷ്യൻ ഇപ്രകാരം പറഞ്ഞു:
ഞാൻ ഡ്രൈവറെ പണം കൊടുത്ത് ആക്കി, സമ്പത്തുണ്ടാക്കാൻ ജോലിക്കാരെ പണം കൊടുത്താക്കി, എന്റെ വേദന സഹിക്കാൻ, എന്റെ മരണത്തെ വഹിച്ച് പകരക്കാരനാകാൻ എന്റെ ചുറ്റിനും ആരെയും കാണുന്നില്ല. അതുകൊണ്ട് നാം നേടുന്ന പണമൊന്നും നമുക്ക് സമാധാനം നൽകാത്ത ഒരു കാലഘട്ടത്തിൽ ശാസ്ത്രം നമുക്ക് സമാധാനം നൽകുമോ? ഈ ലോകത്തെ ഒരു ബട്ടൺ ഞെക്കിയാൽ പലയാവർത്തി കത്തിച്ചാമ്പലാക്കാൻ പരുവത്തിന് രൂപപ്പെടുത്തുന്ന അണ്വായുധ പുരകൾ ശാസ്ത്രം നിർമ്മിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അത് വിശാലപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ശാസ്ത്രം നമ്മുടെ ഈ സമൂഹത്തെ സമാധാനത്തിലേക്കാണോ കൊണ്ടുപോകുന്നത്? രാഷ്ട്രീയ മനുഷ്യന് സമാധാനം തരുമോ? രാഷ്ട്രീയ കൊലപാതകങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിനകത്ത് തന്നെ സമാധാനം നഷ്ടപ്പെട്ട് ആയിരിക്കുമ്പോൾ ഇത്ര കോടിക്കണക്കിന് ജനത്തിന് സമാധാനം നൽകാൻ രാഷ്ട്രീയ ആശയങ്ങൾക്കും പരിമിതികളുണ്ട്. മതങ്ങൾക്ക് മനുഷ്യന് സമാധാനം നൽകാൻ കഴിയുമോ? മതങ്ങൾ അതിന്റെ ആശയങ്ങളുടെ സംഘടനകളിൽ ഒരുപാട് കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. മതങ്ങൾക്കുള്ളിൽ തന്നെയുള്ള കേസുകൾ വർദ്ധിച്ച് കോടതികളിൽ കെട്ടിക്കിടക്കുന്നു. അത്തരത്തിലുള്ള ദുർഗതികളിൽ മതത്തിന് മനുഷ്യന് സമാധാനം നൽകാൻ കഴിയുമോ? ഇവയ്ക്കൊന്നും മനുഷ്യന് സമാധാനം നൽകാൻ കഴിയാതിരിക്കുമ്പോൾ യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു. ആ പ്രത്യേകമായ വേദന അനുഭവിക്കാൻ യേശു പോകുമ്പോൾ തന്റെ ശിഷ്യഗണത്തോട് യേശു വിളിച്ചു പറയുകയാണ്, മുൾക്കിരീടം തലയോട്ടിയോളം ആഴ്ന്നിറങ്ങാൻ തുടങ്ങുമ്പോൾ, കൈകാലുകളിൽ ആണിയടിക്കാൻ തുടങ്ങുമ്പോൾ, ഉച്ചി മുതൽ ഉള്ളങ്കാൽ വരെയും ചാട്ടമാറുകൾ ചുഴറ്റിയടിക്കുമ്പോൾ, ശരീരം മുഴുവൻ മുറിവേൽക്കാൻ തുടങ്ങുമ്പോൾ, മണിക്കൂറുകൾക്ക് മുൻപ് യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു. പ്രിയമുള്ളവരെ, സമാധാനം ഏത് വേദനയിലും അനുഭവിക്കാൻ കഴിയും യേശു തരുന്നത്. ജീവിതത്തിന്റെ ഇന്നത്തെ ഏതവസ്ഥയിലും സമാധാനത്തോടെ ഉറങ്ങാൻ, സമാധാനത്തോടെ ജീവിക്കാൻ, ഒരുപക്ഷെ സമാധാനം നഷ്ടമായി ആത്മഹത്യയുടെ വക്കിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ, ഉറക്കം നഷ്ടപ്പെട്ട വ്യക്തിയാണെങ്കിൽ യേശുവിന് നിങ്ങൾക്ക് സമാധാനം നൽകാൻ കഴിയും. ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു സമാധാനദായകനാണ്. സമാധാനം മനുഷ്യന് നൽകാൻ യേശു ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. രണ്ട് തലത്തിലുള്ള സമാധാന സുവിശേഷം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഒന്ന്, മനുഷ്യന് ദൈവത്തോടുള്ള സമാധാനം. റോമർ 5:1, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് യേശു മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തിന്റെ കോപത്തിന് പാത്രീഭൂതനായി തീർന്നപ്പോൾ, ദൈവിക കോടതിക്ക് മുമ്പിൽ ശിക്ഷയ്ക്ക് അർഹനായി നിന്നപ്പോൾ, പാപിയായ മനുഷ്യന് ദൈവത്തോട് സമാധാനമുണ്ടാകാൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരിയുടെ കുലക്കളത്തിൽ രണ്ട് കൈകളും രണ്ടു വശത്തേക്ക് വിരിച്ച് ആണികളാൽ അടിക്കപ്പെട്ട് ചോര കൈകളിൽ നിന്നൊഴുകിയപ്പോൾ, പാപിയായ മനുഷ്യനെ ചേർത്ത് പിടിച്ച് പാപത്തിന്റെ കറയെ രക്തം കൊണ്ട് കഴുകിക്കളഞ്ഞ് ദൈവത്തോട് അടുപ്പിക്കാൻ കൈകളെ വിരിച്ച കർത്താവായ യേശുക്രിസ്തു ക്രൂശിലൂടെ ദൈവത്തിനും മനുഷ്യനും മധ്യേ സമാധാനം നൽകിത്തരാനിടയായി. പാപം ചെയ്ത് ദൈവത്തോടുള്ള സമാധാനം നഷ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവായ യേശുവിന്റെ കാൽവരി ക്രൂശിൽ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് ദൈവത്തിന് മുൻപാകെ സമാധാനത്തോടെ നിൽക്കാൻ കഴിയും. രണ്ട്, മനുഷ്യനും തമ്മിൽ സമാധാനം യേശു ക്രൂശിലൂടെ സ്ഥാപിച്ചു. എഫേസ്യർ 2:14, അവൻ നമ്മുടെ സമാധാനം ക്രൂശിൽ ശത്രുത്വം ഇടിച്ച് ഇരുപക്ഷത്തെയും ഒന്നാക്കി. ഇന്ന് വീടുകൾക്കുള്ളിൽ പരസ്പരം ശത്രുത്വമാണ്. മക്കൾ മാതാപിതാക്കളോട് ശത്രുത്വം വച്ചു പുലർത്തുന്നു. നാട്ടുകാരോട് ശത്രുത്വം വച്ചു പുലർത്തുന്നു. സമൂഹത്തിൽ പരസ്പര ശത്രുത്വം വർദ്ധിക്കുന്നു. ഇത് അക്രമത്തിലേക്കും ഒടുവിൽ അസമാധാനത്തിലേക്കും കൊണ്ടെത്തിക്കുമ്പോ കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ തന്റെ പരിത്യാഗത്തിലൂടെ, സ്നേഹത്തിലൂടെ മനുഷ്യർക്കിടയിൽ സമാധാനമുണ്ടാക്കി, ദൈവത്തോട് സമാധാനമുണ്ടാക്കി. ആന്ത്രോപോളജി പഠിക്കുമ്പോൾ അഥവാ നരവംശാസ്ത്രം പഠിക്കുമ്പോൾ മനുഷ്യനിൽ രണ്ട് സവിശേഷതയുണ്ട്. ഒന്ന്, സ്വയം എന്ന സവിശേഷത. ആ സ്വയം എന്ന അവസ്ഥയിൽ പണം കൊണ്ട്, പദവി കൊണ്ട്, അധികാരം കൊണ്ട് മറ്റൊരാളെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ പരിത്യാഗം എന്ന മറ്റൊരവസ്ഥയുണ്ട്.
അത് സ്നേഹവാത്സല്യങ്ങൾ കൊണ്ട് സ്വയം ശൂന്യമായിക്കൊണ്ട് മറ്റൊരാളെ കീഴ്പ്പെടുത്തുന്ന അവസ്ഥ. 1947 കൊൽക്കത്ത കലാപം നടക്കുന്ന കാലഘട്ടത്തിൽ തോക്കും പിടിച്ച് ബൂട്ടിട്ട 60,000-ലധികം പട്ടാളക്കാർ ആക്രോശത്തിലൂടെ അധികാരത്തിലൂടെ കലാപത്തെ അടിച്ചമർത്താൻ ശ്രമം നടത്തി. പക്ഷേ ആ സമയത്ത് ആയിരങ്ങളുടെ ജീവൻ നഷ്ടമായി, 10,000 മുറിവേറ്റ് വഴിയിൽ കിടന്നു, കോടിക്കണക്കിന് പണത്തിന്റെ നന്മകൾ കത്തിനശിച്ചു. ആ സമയത്താണ് വളരെ ലളിതമായി ചെറുപുഞ്ചിരിയോടെ സ്നേഹത്തോടെ അക്രമരാഹിത്യത്തിലൂടെ ഗാന്ധിജി ആ തെരുവിയിലൂടെ നടന്നു വന്നത്. വെറും 4 ദിവസം കൊണ്ട് ആ ദേശത്തിന്റെ മേൽ സമാധാനം സ്ഥാപിച്ചു. ലോകം മുഴുവൻ സ്നേഹം കൊണ്ട് കീഴടക്കി ഒരുവനെ ഞാൻ പ്രസംഗിക്കുന്നു. ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശു പരിത്യാഗത്തിലൂടെ അവസാനത്തുള്ളി ചോര വരെയും മാനവകുലത്തിനു വേണ്ടി ഒഴുക്കി അതിലൂടെ മനുഷ്യനെ കീഴ്പ്പെടുത്തിയ ഏക ആരാധ്യനായ അനുധാവനം ചെയ്യാൻ കൊള്ളാവുന്ന വ്യക്തിപ്രഭാവം അത് കർത്താവും ഞങ്ങളുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു മനുഷ്യർക്ക് മധ്യ സമാധാനം കൊണ്ടുവന്നു, ലോകത്തിന് സമാധാനം കൊണ്ടുവരുന്നു. ദൈവത്തിന് മനുഷ്യർക്കും മധ്യേ സമാധാനം കൊണ്ടുവരുന്നു. അതുകൊണ്ട് സമാധാനമില്ലാതെ ആരെങ്കിലും ഇന്ന് തകർച്ചയിലായിരിക്കുന്നെങ്കിൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവിന് നിങ്ങൾക്ക് സമാധാനം നൽകാൻ കഴിയും. 2, സുവിശേഷം വാഗ്ദാനം ചെയ്യുന്ന മഹത്തായ ഒരു പ്രഖ്യാപനമാണ് രക്ഷ. സുവിശേഷം മനുഷ്യന് രക്ഷ വാഗ്ദാനം ചെയ്യുന്നു. രക്ഷ എന്നാൽ ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ എന്നാണ് അർത്ഥം. ശിക്ഷയ്ക്ക് കാരണമായ എന്താണ്? പാപമാണ്. നിഷ്പാപ അവസ്ഥയിൽ സൃഷ്ടിച്ച ആദിമ മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച് അകന്നുപോയപ്പോൾ ആ മനുഷ്യനിൽ നിന്ന് ജനിച്ച സന്തതികൾ പാപത്തിൽ ജനിച്ചു, ജന്മനാ പാപിയായി. വളർന്നപ്പോൾ ചെയ്തു കൂട്ടിയ പ്രവൃത്തികൾ പാപത്തിന്റെ പ്രവൃത്തിയായി. ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും പാപിയായ മനുഷ്യൻ ദൈവിക കോടതിക്ക് മുൻപിൽ ശിക്ഷ അർഹിക്കുന്ന അന്തരീക്ഷത്തിലേക്ക് വന്നു. അപ്പോൾ ഇവിടെ ചെയ്യുന്ന ഏത് തൊഴിലിനും വൈകിട്ട് കൂലി നമ്മൾ വാങ്ങിച്ചേ പോകൂ എങ്കിൽ ഇവിടെ നമ്മൾ ചെയ്തു കൂട്ടുന്ന പാപപ്രവൃത്തിക്ക് ഇവിടെ അവസാനിക്കുന്ന ഒരു ദിവസമുണ്ട്. എന്നാൽ ദൈവത്തിന്റെ കോടതിയുടെ മുൻപിൽ ഞാനും നിങ്ങൾ നിൽക്കണം. അന്ന് നമുക്ക് ലഭിക്കുന്ന ശിക്ഷ അത് വിധിക്കുന്നത് സർവശക്തനായ ദൈവമായിരിക്കും. ആ ദൈവം ആ കോടതിയിൽ സകല പാപങ്ങളെയും മുൻപിൽ കൊണ്ടുവരുന്ന സർവശക്തനായ ദൈവമാണ്. എന്താണ് പാപത്തിന് ദൈവം പ്രദാനം ചെയ്യുന്ന ശിക്ഷ? റോമർ 6:23 പാപത്തിന്റെ ശമ്പളം മരണമത്രേ. എന്താണ് മരണമെന്ന് വേദപുസ്തകം വിവക്ഷിക്കുന്നത്? കൈവിരലുകൾ കൂട്ടിക്കെട്ടുന്നതോ കാൽവിരലുകൾ കൂട്ടിക്കെട്ടുന്നതോ ശരീരം നിശ്ചലമാകുന്നതോ ബ്ലഡ് സർക്കുലേഷൻ നീക്കുന്നതോ ശരീരത്തിലേക്ക് തണുപ്പിറങ്ങുന്നതോ അതിനെയെല്ലാം മരണമെന്ന് വേദപുസ്തകം വിവക്ഷിക്കുന്നത്. മറിച്ച് എന്താണ്? പാപം ചെയ്ത മനുഷ്യൻ അവനെ ദൈവത്തിന്റെ ന്യായാസനത്തിന് മുൻപാകെ ഒരു ദിവസം വിളിച്ചു വരുത്തും. 2 കൊരിന്തോസ് 5-10 വാക്യത്തിൽ അവനവൻ ശരീരത്തിൽ, ഇന്ന് എന്നെ കേൾക്കുന്ന ഈ ശരീരത്തിൽ, ഇന്ന് നിങ്ങൾ കാലി ചവിട്ടി നിൽക്കുന്ന ഈ അന്തരീക്ഷത്തിൽ, ഇന്നത്തെ ദിവസം നിങ്ങൾ ജീവിതത്തിൽ ആയിരിക്കുമ്പോൾ ചെയ്ത നന്മയാണെങ്കിൽ തിന്മയാണെങ്കിൽ അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ദൈവ കോടതിയുടെ മുൻപിൽ ഒരു ദിവസം നിൽക്കേണ്ടതായി വരും. ഇവിടെ രക്ഷപ്പെട്ട പ്രതിയാണ് നിങ്ങളെങ്കിൽ ഇവിടുത്തെ കോടതിയിൽ മിടുക്കനായ വക്കീലിനാൽ രക്ഷപ്പെട്ട വ്യക്തിയാണ് നിങ്ങളെങ്കിൽ രഹസ്യവും പരസ്യവുമായ സകല പാപങ്ങളെയും ആ കോടതി ഒരു ദിവസം തെളിവായി വെളിപ്പെടുത്തും. ആ കോടതിയുടെ മുൻപിൽ നിങ്ങൾ പാപിയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ശിക്ഷ തീയും ഗന്ധകവും കത്തുന്ന തീപ്പൊയ്കി എന്ന മരണം, അഥവാ നിത്യമരണം, ഇറ്റേണൽ ഡെത്ത്. അതിൽ നിന്ന് പിന്നീട് ഒരു രക്ഷപ്പെടിയില്ല. പ്രിയമുള്ളവരെ, ഇന്നാണ് ആ അന്തരീക്ഷത്തിൽ നിന്ന് നിങ്ങൾക്കൊരു രക്ഷയ്ക്ക് ലഭ്യമായ സുവർണമായ അവസരം. എന്താണ് നിങ്ങൾക്ക് ആ നിത്യമായ മരണത്തിൽ നിന്ന് രക്ഷയ്ക്ക് കാരണമായി തീരുന്നത്? കർത്താവായ യേശുവേ, ഞാനൊരു പാപിയായ മനുഷ്യനാണ്, എന്റെ പാപം ക്ഷമിക്കണമേ, ചെയ്തു പോയ പാപങ്ങളെ കുറിച്ച് ഞാൻ പശ്ചാത്തപിക്കുന്നു. നല്ലൊരു ജീവിതം നയിക്കാൻ വിശുദ്ധ ബൈബിളിന്റെ 4 അതിരുകൾക്കുള്ളിൽ ഒരു ജീവിതം
നയിക്കാൻ എന്നെ സമർപ്പിക്കുന്നുവെന്ന് ആരെങ്കിലും ഒരു തീരുമാനമെടുത്താൽ അവർ രക്ഷയുടെ അന്തരീക്ഷത്തിലേക്ക് ഇന്ന് ഉയർത്തപ്പെടുന്ന പകൽക്കാലമാണ്. അതുകൊണ്ട് മനുഷ്യരെല്ലാം നിലവിളിക്കുകയാണ്, എന്നെ രക്ഷിക്കണമേ. ഋഷിവര്യന്മാർ പാടി മൃത്യുമ അമൃതംഗമയ, ഈ മരണത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഏകമാർഗം, നിത്യനരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഏകമാർഗം കർത്താവായ യേശുക്രിസ്തു മാത്രം. അതുകൊണ്ടാണ് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത്, നാം രക്ഷിക്കപ്പെടാൻ ഈ അമ്പല ചുവട്ടിൽ, ഈ പാഴിൻ പരപ്പിൽ മനുഷ്യന് നൽകപ്പെട്ട ഏകനാമം കർത്താവായ യേശുവിന്റെ നാമം. യേശുവിന്റെ നാമം വിളിക്കുന്ന ഏവനും രക്ഷ പ്രാപിക്കുമെന്ന് വേദപുസ്തകം ഇന്ന് നമ്മെ ധൈര്യപ്പെടുത്തുകയാണ്. സകല മനുഷ്യർക്കുമുള്ള രക്ഷാകരമായ ദൈവകൃപ ഈ കാലഘട്ടത്തിൽ ഉദിച്ചിരിക്കുകയാണ്. ആ രക്ഷയെ ഈ ശബ്ദബീജിയിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ സ്വീകരിപ്പാൻ ഇതൊരു അസുലഭമായ സന്ദർഭമാണ്. സുവിശേഷം വാഗ്ദാനം ചെയ്യുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞ് എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കാം. സുവിശേഷം മാനവകുലത്തിന് പ്രത്യാശ വാഗ്ദാനം ചെയ്യുന്നു. ഈ ലോകത്തിലെ ജീവിതം ക്ഷണഭംഗുരമാണ്. ഇവിടെ പ്രത്യാശയ്ക്ക് യാതൊരു വകയുമില്ലാത്ത ഇന്നിന്റെ ഈ കാലഘട്ടത്തിൽ വരികളിൽ ഒരെഴുത്തുകാരൻ ഇപ്രകാരം എഴുതുന്നത് ഞാൻ വായിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും ഒരിക്കൽ ഈ ജഗത്തെയും ജഡത്തെയും വിട്ടുപിരിയണം. ആ യാത്ര തിരികെ വരാത്ത യാത്രയാണ്. മരണമെന്ന ആ തണുത്തകരം നമ്മുടെ ശരീരത്തിൽ മുട്ടിവിളിച്ചാൽ വിസമ്മതിക്കാതെ നമ്മൾ അതിന് സമർപ്പിക്കപ്പെടണം. തിരിച്ചു വരാത്ത ഒരു യാത്ര നമുക്ക് ഈ ഭൂമിയിൽ നിന്നുണ്ട്. കാലത്തിന്റെ ചക്രവാളം മഹാന്മാരെ, ധനവാന്മാരെ, ബലവാന്മാരെ ഒക്കെ കറുത്ത കരം കൊണ്ട് ചുഴറ്റി മരണത്തിന്റെ ഇരുളിലേക്ക് എറിഞ്ഞപ്പോൾ ആ മരണക്കുഴി അതിജീവിച്ച ഒരുവൻ മാത്രമേ ഉള്ളൂ. അത് ഞാൻ പ്രസംഗിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവാണ്. ആ യേശുക്രിസ്തുവിന്റെ കല്ലറയുടെ മുൻപിൽ നിന്ന് 2000 വർഷങ്ങൾക്ക് മുൻപ് ഒരു ദൂതൻ വിളിച്ചു പറഞ്ഞു, വന്നു കാണി, അവൻ ഇവിടെ ഇല്ല, അവൻ ഇവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റ് പോയി. പല മഹാന്മാരുടെ കല്ലറകൾ നമുക്ക് ചുറ്റുമുണ്ട്. ഒരു അവശിഷ്ടമെങ്കിലും അതിനകത്ത് നമുക്ക് തേടിപ്പിടിക്കാൻ കഴിയും. എന്നാൽ മരണക്കല്ലറയിൽ ഒരു അവശിഷ്ടം പോലെ അവശേഷിപ്പിക്കാതെ ഉയർത്തെഴുന്നേറ്റ ഏക വ്യക്തിപ്രഭാവം ഞാൻ ഉയർത്തുന്ന കർത്താവ് രക്ഷിതാവുമായ യേശുക്രിസ്തുവാണ്. ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾ പാലസ്തീന്റെ പച്ചമണ്ണിലേക്ക് തീർത്ഥയാത്രയായി കടന്നുവെന്ന് അത്ഭുതം കണ്ട് വിളിച്ചു പറയുന്നു, അവൻ ഇവിടെ ഇല്ല, അവൻ ഇവിടെ ഉയർത്തെഴുന്നേറ്റ് പോയി. ആ യേശുവിനെ ഞങ്ങൾ ഇവിടെ ഉയർത്തുക. ആ യേശു മരണത്തെ ജയിച്ചെങ്കിൽ ആ യേശുവിൽ വിശ്വസിക്കുന്ന ഞങ്ങൾക്കും ഒരു നിശ്ചയമുണ്ട്. ഇവിടെ ഞങ്ങൾ തീർന്നാൽ ഇതിനപ്പുറം, മരണത്തിനപ്പുറം ഞങ്ങൾക്കൊരു ജീവിതമുണ്ട്. അത് കർത്താവായ യേശുക്രിസ്തുവിലൂടെ ഞങ്ങൾ വിശ്വാസത്താൽ പ്രാപിച്ചത് ഈ ദേശത്തിനും വിളംബരം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ആ നിത്യമായ പ്രത്യാശ നിങ്ങൾ നേടുവാൻ ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ആ നിത്യമായ രക്ഷ നിങ്ങൾ പ്രാപിക്കാൻ ഞങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ്. ആ നിത്യമായ സമാധാനം പ്രാപിക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഒരുപക്ഷെ ഇന്നത്തെ എന്റെ സന്ദേശം ഈ ദേശത്തിൽ അവസാന സന്ദേശമാകാം. ഇന്നത്തെ യാത്ര അന്ത്യയാത്രയാകാം. ഇന്നത്തെ കിടക്ക മരണക്കിടക്കയാകാം. ഇന്നത്തെ അത്താഴം അന്ത്യത്താഴമാകാം. ഇവിടെയുള്ള എല്ലാ ബിൽഡിങ്ങുകൾക്കും ഗ്യാരണ്ടിയുണ്ട്. നമ്മൾ വാങ്ങുന്ന ചെറിയ സാധനങ്ങൾക്ക് പോലും ഇവിടെ ഗ്യാരണ്ടിയുണ്ട്. ഭക്ഷ്യവസ്തുക്കൾക്ക് ദിവസങ്ങളുടെ ഗ്യാരണ്ടിയുണ്ട്. എന്നാൽ ഇത് ഉപയോഗിക്കുന്ന എനിക്കും നിങ്ങൾക്കും ഒരു ഗ്യാരണ്ടിയുമില്ല. എപ്പോൾ വേണമെങ്കിലും ഇല്ലാതാകുന്ന ഒരു ശരീരത്തിൽ ജീവിക്കുമ്പോൾ ഇന്ന് യേശുവിനെ രക്ഷകനായി സ്വീകരിപ്പാൻ, നിത്യരാജ്യത്തിന്റെ പ്രത്യാശയ്ക്ക് ഓഹരിക്കാരായി തീരുവാൻ ഈ ദേശത്തിലെ ആളുകളെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. പ്രിയമുള്ളവരെ, ആ സമാധാനം അനുഭവിക്കാം, ആ രക്ഷ അനുഭവിക്കാം, മരണത്തിന് അപ്പുറമുള്ള നിത്യരാജ്യത്തിന്റെ പ്രത്യാശ അനുഭവിക്കാം. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു നിമിഷം നിങ്ങളൊന്ന് സമർപ്പിച്ചാട്ടെ. നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു നിമിഷം എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവായ യേശുവേ, ഞാനൊരു പാപിയാണ്. അങ്ങ് കാൽവരി ക്രൂശിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ പാപത്തിനും കൂടി വേണ്ടി മരിച്ചു എന്ന് ഞാൻ തിരിച്ചറിയുന്നു. അങ്ങ് എന്റെ രക്ഷകനും കർത്താവുമായി ഞാൻ സ്വീകരിക്കുന്നു. ഈ പ്രാർത്ഥന നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായെങ്കിൽ പ്രിയമുള്ളവരെ, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ ഇപ്പോൾ എഴുതി ചേർത്തിരിക്കുകയാണ്. മരണാനന്തരം നിങ്ങൾ സ്വർഗരാജ്യത്തിന്റെ നിത്യമായ ജീവിതത്തിന്റെ അവകാശികളായി തീർന്നിരിക്കുകയാണ്.
അതോടൊപ്പം തന്നെ ഈ ലോകത്തിലും സമാധാനത്തോടും സന്തോഷത്തോടും ആരോഗ്യത്തോടും എല്ലാ ദൈവിക നന്മകളും അനുഭവിച്ച് ജീവിക്കാനുള്ള ദൈവിക നന്മകൾ ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങൾ പ്രാപിച്ചെടുക്കുക. അതുകൊണ്ട് ഞങ്ങൾ പ്രസംഗിച്ച ഈ വചനം, ഈ ബൈബിൾ നിങ്ങൾ വായിക്കുക. രക്ഷിക്കപ്പെട്ടു എങ്കിൽ ഈ ബൈബിൾ വായിക്കുക. മതം നമ്മെ സ്വർഗത്തിൽ കൊണ്ടുപോകുകയില്ല. തത്വവും ആദർശവും നമ്മെ സ്വർഗത്തിൽ കൊണ്ടുപോകുകയില്ല. ഒരു വ്യക്തിയും ഇവിടെ നമ്മെ സ്വർഗത്തിൽ കൊണ്ടുപോകുകയില്ല. ഈ ബൈബിൾ നമ്മെ സ്വർഗത്തിൽ കൊണ്ടുപോകും. ഈ ബൈബിൾ വായിക്കുക, ഇതിലെ സത്യങ്ങൾ മനസ്സിലാക്കുക. അതിനായി ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഏത് പ്രശ്നമാണെങ്കിലും ഏത് നിരാശയാണെങ്കിലും നിങ്ങൾ ഞങ്ങളുടെ അടുക്കൽ വന്നാൽ ഞങ്ങൾ ദൈവദാസന്മാർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അല്ല, നിങ്ങൾ ആയിരിക്കുന്ന ഈ ഇടങ്ങളിൽ തന്നെ പ്രാർത്ഥനാപൂർവമായിരിക്കുന്നെങ്കിൽ വലിയൊരു സൗഖ്യവും വിടുതലും സന്തോഷവും സമാധാനവും ഈ പ്രാർത്ഥനയോടെ ലഭ്യമാകും. അതിനായി നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നിങ്ങളെ സമർത്ഥമായി വചനത്താൽ അനുഗ്രഹിക്കും.